ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേഷനും അക്കൗണ്ടിങ്ങും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കോർപ്പറേഷൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറയുന്നത് ഓഡിറ്ററുടെ പ്രധാനപ്പെട്ട 3 ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് എന്നതാണ്. ഓഡിറ്ററുടെ പ്രധാനപ്പെട്ട 3 ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ ചെക്ക് ദ അരിതമെറ്റിക്കൽ ആക്യുറസി, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഈ 3 ഡ്യൂട്ടീസാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓഡിറ്ററുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഈ 3 ചെക്ക് ദ അരിതമെറ്റിക്കൽ ആക്യുറസി, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റും ലയബിലിറ്റീസും വെരിഫൈ ചെയ്യുക, ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ കണക്കുകളുടെ കൃത്യത ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി എ ഫിനാൻഷ്യൽ ഓഡിറ്റ് ബട്ട് ആൾസോ ആൻ ഡാഷ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, പിന്നെ ഏത് ഓഡിറ്റ് കൂടിയാണ് എന്നതാണ് ചോദ്യം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്നതാണ് ഉത്തരം. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് കൂടിയാണ്. അടുത്ത ചോദ്യം, മനോജിൻ്റെ കയ്യിൽ നിന്ന് 20,000 രൂപയ്ക്ക് സാധനം വാങ്ങിയപ്പോൾ 20% ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ മനോജിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മനോജ് ഈസ് ₹20,000 അറ്റ് 20% ട്രേഡ് ഡിസ്കൗണ്ട്. പോസ്റ്റിംഗ് വിൽ ബി മെയ്ഡ് മനോജ്സ് അക്കൗണ്ട്. മനോജിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്യുക? അപ്പോൾ മനോജിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 16,000 രൂപ എന്നതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. മനോജിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 16,000 രൂപ എന്നതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഐറ്റം വേജസ് ആൻഡ് സാലറീസ് ഡെബിറ്റഡ് ടു. വേജസും സാലറിയും ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക? അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ട്രേഡിംഗ് അക്കൗണ്ട് ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ? സ്വാഭാവികമായിട്ടും നമ്മുടെ ഓപ്ഷൻസിൽ എന്തായാലും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടായിരിക്കും. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ദ ഐറ്റം വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക? നമ്മൾ വേജസ് ആൻഡ് സാലറീസ് എന്നുള്ളതിൽ ആദ്യം ഏതാണ് തന്നിട്ടുള്ളത് നോക്കുക. വേജസ് ആൻഡ് സാലറീസ് എന്നുള്ളതിൽ ആദ്യം തന്നിട്ടുള്ളത് വേജസ് ആണ്. അപ്പോൾ വേജസ് എന്നാണ് ആദ്യം തന്നിട്ടുള്ളതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, അതല്ല സാലറീസ് ആൻഡ് വേജസ് എന്നാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. വേജസ് എന്താണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, അതല്ല സാലറി എന്നാണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ, അതായത് സാലറീസ് ആൻഡ് വേജസ് എന്നാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. വേജസ് ആൻഡ് സാലറീസ് എന്നാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, സാലറീസ് ആൻഡ് വേജസ് എന്നാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അടുത്ത ചോദ്യം, ദ ടേം ഡിപ്രീസിയേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ, ഏത് അസറ്റിൻ്റെ മുകളിലാണ് ചെയ്യുക? ആൻസർ ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചുമത്തുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ റെക്കോർഡഡ് ഇൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതിലാണ് നമ്മൾ രേഖപ്പെടുത്തുക? ആൻസർ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം, എമൗണ്ട് സ്പെൻഡ് ഓൺ ഇറക്ഷൻ ഓഫ് എ ന്യൂ മെഷീനറി ഈസ് എ ഡാഷ് എക്സ്പെൻസ്. പുതിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം
ഏത് എക്സ്പെൻസിലാണ് രേഖപ്പെടുത്തേണ്ടത്? അത് നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. തുടർച്ചയായിട്ട് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചു വന്നിട്ടുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക. എമൗണ്ട് സ്പെൻഡ് ഓൺ ഇറക്ഷൻ ഓഫ് എ ന്യൂ മെഷീനറി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അടുത്ത ചോദ്യം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്ന ഡേറ്റ് ഏതാണ് എന്നതാണ് ചോദ്യം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഏത് ഡേറ്റിലാണ് നിലവിൽ വന്നിട്ടുള്ളത്? 15/5/1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 15 മെയ് 1969. 15 മെയ് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 15/5/1969. അടുത്തത്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് വരുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കുന്നത്? ആൻസർ സെക്ഷൻ 30 സെക്ഷൻ 30 പ്രകാരമാണ് സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കുക. സെക്ഷൻ 30. അടുത്ത ചോദ്യം, ഓഫീസർ അപ്പോയിൻറ്റഡ് ടു പബ്ലിഷ് എലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓഫീസർ അപ്പോയിൻറ്റഡ് ടു പബ്ലിഷ് എലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സഹകരണ സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, ആരാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നതാണ് ചോദ്യം. ആൻസർ ഇലക്ട്രൽ ഓഫീസർ. ഇലക്ട്രൽ ഓഫീസറാണ് ഒരു സഹകരണ സംഘത്തിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ട്രൽ ഓഫീസറാണ്. അടുത്ത ചോദ്യം, The dispute between two cooperative societies is decided by. Dispute between two cooperative society is decided by. രണ്ട് സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള തർക്കം തീർപ്പാക്കുന്നത് ആരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നതാണ് ആൻസർ വരുന്നത്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് രണ്ട് സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്നത്. അടുത്ത ചോദ്യം, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്കുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്? ആൻസർ PSC ആണ്. അത് മാറിപ്പോവരുത്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് PSC ആണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ആൻ എസൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡാഷ് ഈസ് ആൻ എസൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ വൗച്ചിങ്. വൗച്ചിങ് ആണ് ഓഡിറ്റിൻ്റെ എസൻസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത് ഏതിൻ്റെ ബേസിസിലാണ്? ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത് ഏതിൻ്റെ ബേസിസിലാണ്? ആൻസർ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഓഡിറ്റ് ഫീ കണക്കാക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ്. അടുത്ത ചോദ്യം, ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ്. അതായത് ഓഡിറ്ററുടെ കർമ്മ പദ്ധതിയെ എന്താണ് പറയുക? ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ്. ആൻസർ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാമാണ് ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് ഓഡിറ്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം, പ്രൊസീജിയർ ഫോർ കണ്ടക്ടിങ് ഓഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആർ സ്പെസിഫൈഡ് ഇൻ ദി.
Procedure for conducting audit in different type of societies are specified in. വ്യത്യസ്ത സംഘങ്ങളിൽ ഓഡിറ്റ് നടത്തേണ്ട നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്നത് ഏതിലാണ്? ആൻസർ ഓഡിറ്റ് മാനുവൽ. ഓഡിറ്റ് മാനുവലിലാണ് പ്രൊസീജിയർ ഫോർ കണ്ടക്ടിങ് ഓഡിറ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് എന്നത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത സംഘങ്ങളിൽ ഓഡിറ്റ് നടത്തേണ്ട നടപടിക്രമങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓഡിറ്റ് മാനുവലിലാണ്. അടുത്ത ചോദ്യം, ബെസ്റ്റ് സിസ്റ്റം ഫോർ മെയിൻറ്റെയിനിങ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ്. ബെസ്റ്റ് സിസ്റ്റം ഫോർ മെയിൻറ്റെയിനിങ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ്. അതെല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റമാണ്. ആൻസർ ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല രീതി ഇംപ്രസ്ഡ് സിസ്റ്റമാണ്. അടുത്ത ചോദ്യം, അൺഡിസ്ട്രിബ്യൂട്ടഡ് പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ്. ഈ ചോദ്യം ഒരുപാട് പരീക്ഷകളിൽ തുടർച്ചയായി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അസറ്റിലാണോ ലയബിലിറ്റിയിലാണോ വരിക? നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അസറ്റിലാണോ ലയബിലിറ്റിയിലാണോ വരിക? അപ്പോൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വരുന്നത് ലയബിലിറ്റിയിലാണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്നത് ലയബിലിറ്റിയിലാണ് വരിക. അടുത്ത ചോദ്യം, പ്രീപെയ്ഡ് റെൻ്റ് ഈസ് ട്രീറ്റഡ് ആസ്. പ്രീപെയ്ഡ് റെൻ്റ്, നമ്മൾ മുൻകൂട്ടി അടച്ചിട്ടുള്ള വാടക എന്ന് പറയുന്നത് അസറ്റാണോ ലയബിലിറ്റിയാണോ? എന്തായാലും ഒരു ചിലവ് നമ്മൾ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തുതന്നെയാണ്? അസറ്റാണ്. അല്ലാതെ അത് ബാധ്യതയായി തീരുമോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചിലവ് മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു അസറ്റാണ്. അത് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത മാസം കൊടുക്കേണ്ട റെൻറ്റ് നമ്മൾ ഈ മാസം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത മാസത്തേക്ക് നമുക്ക് കൊടുക്കണ്ട. അപ്പോൾ അത് നമ്മുടെ ഒരു അസറ്റാണ്, ഒരിക്കലും അതൊരു ബാധ്യതയല്ല. അപ്പോൾ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത് അസറ്റാണ്. എപ്പോഴും ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ് പ്രീപെയ്ഡ് റെൻറ്റും അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും. അപ്പോൾ പ്രീപെയ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത് അസറ്റാണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. മാറിപ്പോവരുത്. ഇത്തരം ചോദ്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്, ഏതൊക്കെയാണ് അസറ്റ് സൈഡിൽ വരുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് 2-3 മാർക്ക് അങ്ങനെ തന്നെ സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ട്രയൽ ബാലൻസ് ഈസ് എ. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഡാഷ് അക്കൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറർ. അക്കൗണ്ടിലെ തെറ്റുകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിൻ്റെ പേരാണ്. അപ്പോൾ ആൻസർ സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എറർ. ആൻസർ സസ്പെൻസ് അക്കൗണ്ട് ആണ് റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് എററുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട്. അടുത്ത ചോദ്യം, പ്രൊപ്പറേറ്റർ ഓഫ് ദ ബിസിനസ് വിഡ്രോ ഗുഡ്സ് ഫ്രം ബിസിനസ് ഫോർ പ്രൈവറ്റ് യൂസ്, ഇറ്റ് വിൽ ബി പോസ്റ്റഡ് ടു ദി. പ്രൊപ്പറേറ്റർ ഓഫ് ബിസിനസ് വിഡ്രോ ഗുഡ്സ് ഫ്രം ബിസിനസ് ഫോർ പ്രൈവറ്റ് യൂസ്, ഇറ്റ് വിൽ ബി പോസ്റ്റഡ് ടു ദി. ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ ബിസിനസ്സിൽ നിന്നും പിൻവലിച്ചാൽ അത് എവിടെയാണ് പോസ്റ്റ് ചെയ്യുക? അത് ക്രെഡിറ്റ് ഓഫ് പർച്ചേസിങ് അക്കൗണ്ട്. പർച്ചേസിങ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊപ്പറേറ്റർ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ ബിസിനസ്സിൽ നിന്നും പിൻവലിക്കുകയാണെങ്കിൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ഡിവിഡൻഡ് ദാറ്റ് ക്യാൻ ബി പെയ്ഡ് ടു മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ KCS ആക്ട്. വിച്ച് ഈസ് ദി അപ്പർ ലിമിറ്റ് ഓഫ് ഡിവിഡൻഡ് ദാറ്റ് ക്യാൻ ബി പെയ്ഡ് ടു മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ KCS ആക്ട്. കേരള സഹകരണ നിയമമനുസരിച്ച് അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകുന്നതിനുള്ള ഉയർന്ന പരിധി എത്ര ശതമാനമാണ്? ആൻസർ 25%. 25% ആണ്
അംഗങ്ങൾക്ക് ഡിവിഡൻഡ് നൽകുന്നതിനുള്ള ഏറ്റവും ഉയർന്ന പരിധി എന്ന് പറയുന്നത് 25%. അടുത്തത്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ടു ബ്രിങ് ആൻ അസറ്റ് പർച്ചേസ്ഡ് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആസ്തി വാങ്ങിക്കുകയാണ്. അതിന് വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെലവ് എന്ന് പറയുന്നത് ഏതിലാണ് വരിക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? ഇതുപോലുള്ള ചോദ്യങ്ങളും നമ്മൾ ആവർത്തിച്ച് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും വരുന്നവ ഏതൊക്കെ വരും, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഏതൊക്കെ വരും എന്നുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അത് സ്ഥിരമായിട്ട് നമ്മൾ ചോദിച്ച് കാണുന്ന ചോദ്യങ്ങളാണ്. വളരെ എളുപ്പമാണ്, പക്ഷേ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും കൂടിയാണ്. അപ്പോൾ അതൊന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇവയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്, എന്നാൽ വളരെ സിമ്പിളുമാണ്. മനസ്സിലാക്കിയാൽ വളരെയധികം സിമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചത് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ടു ബ്രിങ് ആൻ അസറ്റ് പർച്ചേസ്ഡ് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യത്തിലേക്കായി ആസ്തി വാങ്ങുമ്പോൾ വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെലവ് ഏതിലാണ് വരുന്നത്? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. Who publishes the final voters list in the election to the committee of a cooperative society? ഒരു സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുക്കുമ്പോൾ അതിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? Who publishes the final voters list in the election to the committee of cooperative society? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതിയുടെ, അതായത് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ആൻസർ ഇലക്ട്രൽ ഓഫീസർ. നമ്മളിതിന് മുമ്പ് ഒരു ചോദ്യം പറഞ്ഞു. എന്തായിരുന്നു ആ ചോദ്യം? ആരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക? കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ കമ്മിറ്റി തിരഞ്ഞെടുപ്പിലെ അന്തിമ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുന്നതും ഒരാൾ തന്നെയാണ്, ഇലക്ട്രൽ ഓഫീസറാണ്. അത് മാറിപ്പോവരുത്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഇലക്ട്രൽ ഓഫീസറാണ്. അടുത്ത ചോദ്യം, ആനുവൽ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ് ഓഫ് ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. Annual general body of a cooperative society shall be held within period of dash months of close of the financial year. എത്ര മാസത്തിൻ്റെ ഉള്ളിലാണ്? അതായത് സഹകരണ സംഘത്തിൻ്റെ വാർഷിക പൊതുയോഗം സാമ്പത്തിക വർഷം അവസാനിച്ച എത്ര മാസത്തിനകമാണ് വിളിച്ചു കൂട്ടേണ്ടത്? ആൻസർ 6 മാസം, 6 months ആണ് ആൻസർ വരുന്നത്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കേണ്ടത് 6 മാസത്തിൻ്റെ ഉള്ളിലാണ്. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദ KCS ആക്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദ KCS ആക്ട്. കേരള സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നത് കേരള സഹകരണ സംഘ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? ആൻസർ 28B. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ 28B ഓഫ് ദ KCS ആക്ട്. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് 28B എന്ന സെക്ഷനിലാണ്. അടുത്ത ചോദ്യം, ഹൂ കണ്ടക്ട് ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? Who conduct the election of representative general body of a cooperative society? സഹകരണ സംഘങ്ങളുടെ പൊതുയോഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സഹകരണ സംഘങ്ങളുടെ പൊതുയോഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്.
ഹൂ കണ്ടക്ട് ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുള്ള എലക്ഷൻ നടത്തുന്നത് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞത് മറക്കണ്ട. വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും അതുപോലെ കമ്മിറ്റി തിരഞ്ഞെടുപ്പിലുള്ള ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതും ഇലക്ട്രൽ ഓഫീസറാണ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുള്ള എലക്ഷൻ നടത്തുന്നത് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനാണ്. അടുത്ത ചോദ്യം. ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഈച്ച് ഇയർ ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഈച്ച് ഇയർ ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഓരോ വർഷത്തിലെയും സാമ്പത്തിക വർഷം അനുസരിച്ച് സംഘത്തിൻ്റെ വാർഷിക സ്റ്റേറ്റ്മെൻറ്റും കണക്കുകളും തയ്യാറാക്കേണ്ടത് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ എത്ര മാസത്തിൻ്റെ ഉള്ളിലാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു മാസത്തിനകം എന്നതാണ് ഉത്തരം. 1 month എന്നതാണ് ഉത്തരം. ദ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഈച്ച് ഇയർ ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ. ആൻസർ വരുന്നത് 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ആനുവൽ ജനറൽ ബോഡി സംഘടിപ്പിക്കേണ്ടത് 6 മാസത്തിലാണ്. പക്ഷേ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് 1 month ആണ്. അടുത്ത ചോദ്യം. വരുന്നത് ഡാഷ് ഈസ് എ പേയ്മെൻറ്റ് അണ്ടർടേക്കിംഗ് ഗിവൺ ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് എ ബയ്യർ ടു പേ to a seller for a given amount of money on presentation of specified documents representing the supply of goods. നൽകിയ സാധനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് അത് വാങ്ങുന്ന വ്യക്തിക്ക് സ്ഥാപനത്തിനു വേണ്ടി വിൽപ്പനക്കാരൻ വില നൽകാമെന്ന ഉത്തരവാദിത്വം ഒരു ബാങ്ക് ഏറ്റെടുക്കുന്നതിന് എന്താണ് പറയുന്നത്? ഡാഷ് ഈസ് എ പേയ്മെൻറ്റ് അണ്ടർടേക്കിംഗ് ഗിവൺ ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് എ ബയ്യർ ടു പേ ടു എ സെല്ലർ ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് മണി ഓൺ പ്രസൻറ്റേഷൻ ഓഫ് സ്പെസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് റെപ്രസെൻറ്റിംഗ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ്. ആൻസർ വരുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ് നിർദ്ദിഷ്ട രേഖകൾ ഹാജരാക്കിയാൽ സ്ഥാപനത്തിന് വേണ്ടി വിൽപ്പനക്കാരൻ വില നൽകാമെന്ന ഉത്തരവാദിത്വം ബാങ്ക് ഏറ്റെടുക്കുന്ന പ്രവർത്തനമാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അടുത്ത ചോദ്യം. നബാർഡ് ഹാസ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ്. നബാർഡിൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? നബാർഡിൻ്റെ കേന്ദ്ര ഓഫീസ് എന്ന് പറയുന്നത് എവിടെയാണ്? ആൻസർ വരുന്നത് മുംബൈയിലാണ് നബാർഡിൻ്റെ ഹെഡ്ക്വാർട്ടർ വരുന്നത്. മുംബൈയിലാണ് നബാർഡിൻ്റെ ഹെഡ്ക്വാർട്ടർ. അടുത്ത ചോദ്യം. ബാങ്ക് വിച്ച് ആർ സ്റ്റാർട്ടഡ് ആസ് പാർട്ട് ഓഫ് 20-point പ്രോഗ്രാം. 20 പരിപാടിയുടെ ഭാഗമായി തുടങ്ങിയ ബാങ്ക് ഏതാണ്? ബാങ്ക് വിച്ച് ആർ സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ് 20-point പ്രോഗ്രാം. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ്. RRB റീജിയണൽ റൂറൽ ബാങ്ക് ആണ് 20 പരിപാടികളുടെ ഭാഗമായിട്ട്, അതായത് 20-point പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമായിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത് RRB ആണ്. അടുത്ത ചോദ്യം. A bill signed by one person without any consideration is called dash bill. A bill signed by one person without any consideration is called. ഒരു പരിഗണനയും കൂടാതെ ഒപ്പുവെക്കപ്പെടുന്ന ബില്ലിനെയാണ് ഏത് ബില്ല് എന്നാണ് പറയുന്നത്? അക്കോമഡേഷൻ ബിൽ എന്നാണ് പറയുന്നത്. എ ബിൽ സൈൻഡ് ബൈ വൺ പേഴ്സൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഈസ് കാൾഡ് അക്കോമഡേഷൻ ബിൽ. ആൻസർ വരുന്നത് അക്കോമഡേഷൻ. അടുത്ത ചോദ്യം. ദ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഡ്രോൺ ബൈ.
ബാങ്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ ബാങ്ക്. ആൻസർ വരുന്നത് ബാങ്കാണ് ബാങ്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോവാം. ബാങ്ക്, കസ്റ്റമർ എന്നൊക്കെ വരും ഓപ്ഷൻസിൽ. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി പോവാനുണ്ട്. പക്ഷേ ഇത് ബാങ്ക് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് തയ്യാറാക്കുന്നത് ബാങ്കാണ്, മറക്കരുത്. അടുത്ത ചോദ്യം. എ ചെക്ക് ബിയേഴ്സ് എ ഡേറ്റ് വിച്ച് ഈസ് ഇറ്റ് ടു കം ഈസ് കോൾഡ് ഡാഷ് ചെക്ക്. വരാനിരിക്കുന്ന തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള ചെക്കിനെയാണ് ഏത് ചെക്ക് എന്നാണ് പറയുന്നത്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് പറയുന്നത്. വരാനിരിക്കുന്ന തീയതി രേഖപ്പെടുത്തിയ ചെക്കിനെയാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. എ ചെക്ക് ബിയേഴ്സ് എ ഡേറ്റ് വിച്ച് ഈസ് ഇറ്റ് ടു കം ഈസ് കോൾഡ് ഡാഷ് ചെക്ക്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അടുത്ത ചോദ്യം. ദ പീരീഡ് ഓഫ് ഫസ്റ്റ് ഫേസ് ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോം ഈസ്. സാമ്പത്തിക മേഖലാ പരിഷ്കാരങ്ങളുടെ ഒന്നാം കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ദ പീരീഡ് ഓഫ് ഫസ്റ്റ് ഫേസ് ഇൻ ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്. ആൻസർ വരുന്നത് 1991 to 92, അതുപോലെ തന്നെ 1997 to 98, 1991 to 92, 1997 to 98. ഇതാണ് ആൻസർ വരുന്നത്. 1991 to 92 കാലഘട്ടത്തിലും 1997 to 98 കാലഘട്ടത്തിലും. ഇതാണ് ആൻസർ വരുന്നത്. പീരീഡ് ഓഫ് ഫസ്റ്റ് ഫേസ് ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോം എന്ന് പറയുന്നത് 1991 to 92, 1997 to 98. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ചെക്ക്, എന്താണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, എന്താണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്, എന്താണ് സ്റ്റെയിൽ ചെക്ക്, ഇത് മൂന്നും പഠിച്ചിരിക്കുക. കാരണം കഴിഞ്ഞ എക്സാമിന് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3-ാം തീയതി കഴിഞ്ഞ എക്സാമിന് സ്റ്റെയിൽ ചെക്ക് എന്ന് ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എന്താണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, എന്താണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്, എന്താണ് സ്റ്റെയിൽ ചെക്ക് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം വരുന്നത്, ജനറൽ ക്രോസിംഗ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. NI ആക്ടിൻ്റെ ഏത് വകുപ്പിലാണ് ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്? ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് NI ആക്ടിലെ ഏത് സെക്ഷനിലാണ്? ആൻസർ 123, 123 എന്നുള്ള സെക്ഷനിലാണ്, 123 എന്ന സെക്ഷനിലാണ് ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം. ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള? കേരളത്തിലെ സഹകരണ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവൻ ആരാണ്? ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള? ആൻസർ വരുന്നത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്ററാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ഡാഷ് ഹെൽപ്സ് ടു ഈസി ആൻഡ് ക്വിക്ക് ഡിറ്റൻഷൻ ഓഫ് എറേഴ്സ്. ഏത് ഓഡിറ്റാണ് നമുക്ക് വേഗത്തിലും എളുപ്പത്തിലും തെറ്റുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കാം? അത് വളരെ ഈസിയാണ്. കാരണം തുടർച്ചയായിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ തെറ്റുകളും അതുപോലെ തന്നെ തെറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നത് എന്താണ്? തുടർച്ചയായിട്ടുള്ള ഓഡിറ്റാണ്. അതായത് കണ്ടിന്യൂസ് ഓഡിറ്റാണ് ആൻസർ വരുന്നത്. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള തെറ്റുകൾ തുടർച്ചയായിട്ട് നടത്തുമ്പോൾ തെറ്റുകൾ വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വളരെയധികം